കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെമിനാർ നടത്തി. വെള്ളൂർകുന്നം കാർഷിക സഹകരണ ബാങ്ക് ഹാളിൽ നടത്തിയ സെമിനാർ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വാഴപ്പള്ളി VRA ലൈബ്രറിയുടെ സഹകരണത്തോടെ വെള്ളൂർകുന്നം കാർഷിക സഹകരണ ബാങ്ക് ഹാളിൽ താലൂക്ക് സെമിനാർ നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മലയാള സാഹിത്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് സാഹിത്യം എവിടെയാണ്? ഫേസ്ബുക്കിലെ വാളുകളിൽ എഴുതി തീർക്കുന്നതാണ് സാഹിത്യം എന്ന്. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വ്ളോഗുകളായിട്ടൊക്കെ സാഹിത്യം ചുരുങ്ങി നിൽക്കുക. ഒരു കണക്കിന് അത് നല്ലതാണ്. ഒരു പക്ഷേ ഇവരുന്ന യുവതലമുറകൾക്ക് വ്ളോഗെങ്കിലും എഴുതി അക്ഷരത്തെ സ്നേഹിക്കുവാനായിട്ട്, അക്ഷരത്തെ പ്രണയിക്കുവാനായിട്ട് ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ വ്ളോഗുകളിൽ അല്ലെങ്കിൽ മുഖചിത്രം, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ മാത്രം എഴുത്തുകളും വായനയും ഒതുങ്ങി പോകുമ്പോൾ നമ്മുടെ തലമുറയുടെ ക്ഷമാശീലത്തെ, ചിന്താശീലത്തെ, ഭൗതികതയൊക്കെ ഇത് ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ വായനയെ കൂടുതൽ നമ്മുടെ യുവതലമുറയിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനായിട്ട് ഇന്ന് ഇവിടെയുള്ള ഓരോ വ്യക്തികളും അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് മുൻപോട്ട് വരണമെന്നുള്ള ഒരു എളിയ അഭ്യർത്ഥന മാത്രമാണ് ഞാൻ മുമ്പോട്ട് വെക്കുക. താലൂക്ക് പ്രസിഡന്റ് ജോഷി സ്കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PG സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ സെക്രട്ടറി CB വേണുഗോപാൽ സംസാരിച്ചു. നമ്മുടെ ഈ ലോകത്ത് നന്മകൾ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും നീചമായ പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യരെ പോലും പിന്തുണയ്ക്കുന്നതിന്, സഹായിക്കുന്നതിന്, അവരെ പ്രകീർത്തിക്കുന്നതിന് മനുഷ്യർ തയ്യാറാകുന്നു എന്ന ഒരിടത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. മനുഷ്യനെ വധിക്കുന്നതിന്, ചൂഷണം ചെയ്യുന്നതിന് ഒന്നും ഒരതിരുമില്ല. അതിനെ ന്യായീകരിക്കുന്ന ഭരണകൂടങ്ങളും ലോകത്ത് ഉണ്ടായിരിക്കുന്നു. സെക്രട്ടറി CK ഉണ്ണി, നഗരസഭാ കൗൺസിലർമാരായ NM കിഷോർ കുമാർ, ദീപ്തി വിപിൻ, മുനിസിപ്പൽ നേതൃസമിതി കൺവീനർ R രാജീവ് എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PG പ്രദീപ് കുമാർ, TP രാജീവ്, PR മോഹൻ ജാസ്, MA എൽദോസ്, K മോഹനൻ, CN പ്രഭകുമാർ, VT യോഹന്നാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ്, 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.